ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഭഗവാന്റെ 12 ഭാവങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാൻ ഒരു ദിവസം 12 ഭാവങ്ങളിലാണ് തൻ്റെ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഈ ഓരോ ഭാവങ്ങളിലെയും ദർശനത്തിന് ഓരോ പുണ്യമാണുള്ളത്. ദർശന പുണ്യങ്ങൾ വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാം നമുക്ക്. രാവിലെ 3 മണി മുതൽ 3:30 വരെയാണ് നിർമ്മാല്യ ദർശനം കേട്ടോ. വിശ്വരൂപം മഹാപാപനാശനമാണ് വിശ്വരൂപ ദർശനം, നിർമ്മാല്യ ദർശനം. അടുത്തത് തൈലാഭിഷേകമാണ് രണ്ടാമത്തേത്. വാതരോഗത്തിന് അത്യുത്തമമായിട്ടുള്ളതാണ് തൈലാഭിഷേക ദർശനം നടത്തുന്നത്. വാഗചാർത്ത് മൂന്നാമത്തേതാണ്. ഗോകുലനാഥനാണ് വാഗചാർത്തിലെ ഉണ്ണിക്കണ്ണൻ. ദർശന പുണ്യം ശാന്തിയും സമാധാനവുമാണ്. അടുത്തത് ശംഖാഭിഷേകമാണ്. സന്താന ഗോപാലനായിട്ടാണ് ഉണ്ണിക്കണ്ണൻ. ശംഖാഭിഷേക സമയത്ത് ദർശന പുണ്യം ധന അഭിവൃദ്ധിയാണ്. അടുത്തത് ബാലാലങ്കാരം. ഗോപികാനാഥനാണ്. സന്താന ദുരിതങ്ങൾ മാറാൻ ബാലാലങ്കാര ദർശനം പുണ്യമാണ്. പാലഭിഷേകം. യശോദ ബാലനാണ് പാലഭിഷേകത്തിലുള്ളത്. ഈ ശത്രുദോഷത്തിന് അത്യുത്തമമായിട്ടുള്ളതാണ് പാലാഭിഷേകം. നവാഭിഷേകം ദർശനം വനമാല കൃഷ്ണനായിട്ടാണ്. ദർശന പുണ്യം നേത്രരോഗം സർവ്വരോഗങ്ങളും മാറുന്നതിനും ഉത്തമമാണ്. അടുത്തത് ഉച്ചപൂജാലങ്കാരമാണ്. ശ്രീമൻ നാരായണനാണ്. ജ്ഞാനത്തിനും ബുദ്ധിക്കുമൊക്കെ ഉത്തമമാണ് ദർശന പുണ്യം. അടുത്തത് സായങ്കാലം. സർവമംഗളദായകനാണ് ഉണ്ണിക്കണ്ണൻ. സായങ്കാലത്തെ ദർശന പുണ്യം കുടുംബ ഐശ്വര്യമാണ്. അടുത്തത് ദീപാരാധനയാണ്. മോഹനരൂപനാണ് ഉണ്ണിക്കണ്ണൻ. ദർശന പുണ്യം ദീർഘദാമ്പത്യ സുഖമാണ്. അതേ കൂടാതെ ദീർഘമായുള്ള ദാമ്പത്യ കലഹങ്ങളെയൊക്കെ തന്നെ മാറ്റാനും ദീപാരാധന വളരെ ഉചിതമായിട്ടുള്ളതാണ്. അടുത്തത് അത്താഴ പൂജയാണ്. വൃന്ദാവനചരനാണ്. രോഗശമനത്തിന് ഉത്തമമാണ്. ഇനി 12ാമത്തെ ഭാവം ത്രിപുക മോക്ഷപ്രാപ്തിയാണ് ദർശന പുണ്യം. ഇതുകൂടാതെ 3 നേരത്തെ ശീവേലി എഴുന്നള്ളിപ്പിന് അനുഗമിക്കുന്നത് സർവപാപനാശമാണ് പുണ്യം. തീർച്ചയായിട്ടും ഭഗവാന്റെ 12 ഭാവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഭഗവാന്റെ പൂജാ ടൈംസിനെ കുറിച്ചിട്ടും നമ്മൾ ചെറുതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. രാവിലെ 3 മണി മുതൽ 3:30 വരെയാണ് നിർമ്മാല്യം. 3:30 മുതൽ 3:45 വരെയാണ് വാഗചാർത്ത്. 3:45 മുതൽ 4:15 വരെയാണ് അലങ്കാരം. അതുപോലെ തന്നെ 4:30 മുതൽ 6:45 വരെ ഉഷപൂജ ദർശനമാണ്. 5 മണിക്ക് ചോറൂണ് സ്റ്റാർട്ട് ചെയ്യും. 6:15 മുതൽ 7:15 വരെയാണ് ശിവേലി. 7:15 മുതൽ 9 മണി വരെയാണ് ദർശനം. 11:30 മുതൽ 12:30 വരെയാണ് ഉഷപൂജ. 12:30 PM നട ക്ലോസ് ചെയ്യും. അടുത്തത് ആഫ്റ്റർനൂണിന് ശേഷം 4:30 PM നട ഓപ്പൺ ചെയ്തിട്ട് 4:30 മുതൽ 6:15 വരെയാണ് ശിവേലി ദർശനം. 6:15 മുതൽ 6:45 വരെയാണ് ദീപാരാധന. 6:45 മുതൽ 8:15 വരെയാണ് അത്താഴ പൂജ ദർശനം. അടുത്തത് 8:30 9 PM വരെ ശിവേലി. 9:15 നട അടയ്ക്കും. ഇത്രയുമാണ് പൂജാ ടൈംസ് ഗുരുവായൂരിലുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഇത്രയുമാണ് കേട്ടോ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ നിങ്ങളോട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ഉച്ചപൂജ അലങ്കാരങ്ങളും വ്യത്യസ്ത ഭാവത്തിലാണ്. ചിലപ്പോൾ മത്സ്യാവതാരമാകും, ചിലപ്പോൾ കൂർമാവതാരമാകാം, അല്ലെങ്കിൽ ഭഗവാന്റെ മോഹിനി അവതാരമാകാം. അങ്ങനെ ഓരോ ഭാവത്തിനും ചില ദർശന പുണ്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അടുത്ത് നമ്മൾ സംസാരിക്കുന്നതാണ് ഇതിനെക്കുറിച്ച്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു.
ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.